നമസ്കാരം. വടക്കേ മലബാറിലെ പ്രശസ്തമായ അയ്യങ്കര ഇല്ലത്തെ ദമ്പതികളായ അയ്യങ്കര ദേവനും പാടിക്കുട്ടി അന്തർജനവും ശിവഭക്തരായിരുന്നു. വിവാഹം കഴിഞ്ഞു വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിനാൽ പാടിക്കുട്ടി അന്തർജനം ദുഃഖത്തിലും വേദനയിലും കഴിയുകയായിരുന്നു. ഒരു ദിവസം അവർ സ്വപ്നത്തിൽ മഹാദേവനെ കണ്ടു. പിറ്റേന്ന് പാടിക്കുട്ടിയും തോഴികളും തിരുവൻകടവിൽ കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞു ഇല്ലത്തേക്ക് മടങ്ങുമ്പോൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. അടുത്തുള്ള ഒരു പാറയിൽ കിടക്കുന്ന സുന്ദരനായ ഒരു കുട്ടിയെ കണ്ടു. അതിയായ വാത്സല്യത്തോടെ ഇല്ലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കുട്ടി അയ്യങ്കര ദമ്പതികളുടെ മകനായി വളർന്നു. ആചാര്യ മര്യാദകൾ അനുസരിച്ച് കുട്ടിയെ വേദങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിച്ചു. ആ കുട്ടി വില്ലും അമ്പും ഉപയോഗിച്ച് വേട്ടയാടാൻ അവരുടെ ഇല്ലത്തിനടുത്തുള്ള കാട്ടിൽ പോകാറുണ്ടായിരുന്നു. തുടർന്ന് അവൻ ദരിദ്രർക്ക് ഭക്ഷണം എത്തിച്ചുകൊടുക്കുകയും തദ്ദേശീയ സമൂഹങ്ങളുമായി, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുമായി ഇടപഴകുകയും ചെയ്യുമായിരുന്നു. ഈ പ്രവൃത്തികൾ അന്നത്തെ കാലത്തിൽ ബ്രാഹ്മണ ജീവിതരീതിക്ക് വിരുദ്ധമായതിനാൽ ഈ പ്രവൃത്തി നിർത്താൻ അവന്റെ മാതാപിതാക്കൾ ആത്മാർത്ഥമായി അവനോട് അപേക്ഷിച്ചു. പക്ഷേ കുട്ടി അവരുടെ മുന്നറിയിപ്പുകൾക്ക് ചെവികൊടുത്തില്ല. അയ്യങ്കര വാഴുന്നവർ വളരെ നിരാശനായി. അയ്യങ്കര വാഴുന്നവർ കാര്യങ്ങൾ തന്റെ കൈകളിൽ എടുക്കാൻ തീരുമാനിച്ചു. അവനെ ഉപദേശിച്ചു. ആ കുട്ടി തന്റെ ദിവ്യരൂപം തന്റെ മാതാപിതാക്കൾക്ക് വെളിപ്പെടുത്തി. ആ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ദൈവമാണെന്ന് അവർ അപ്പോൾ മനസ്സിലാക്കി. അവർ അവന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവനു സ്വയം സമർപ്പിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങി ചുറ്റും നോക്കിയ നിമിഷം മുത്തപ്പന്റെ ദർശനത്തിൽ വന്നതെല്ലാം കത്തിച്ചാരമായി. വീട് വിട്ടുപോകുന്നതിലെ ദുഃഖം കാരണം മുത്തപ്പന്റെ ദർശനത്തിൽ വന്നതെല്ലാം കത്തിച്ചാരമായി. ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളെയും നശിപ്പിച്ചുകൊണ്ട് എല്ലാ വഴികളിലൂടെയും നടക്കരുതെന്ന് അമ്മ പാടിക്കുട്ടി മുത്തപ്പനോട് പറഞ്ഞു. തന്റെ ദർശനത്താൽ ഒന്നും ശിഥിലമാകാതിരിക്കാൻ മുത്തപ്പൻ തന്റെ കണ്ണുകൾ കുത്തി. അതുകൊണ്ടാണ് തിരുവപ്പനയെ അന്ധനായി ചിത്രീകരിക്കുന്നത്. അങ്ങനെ മുത്തപ്പൻ തന്റെ യാത്ര ആരംഭിച്ചു. കുന്നത്തൂരിന്റെ പ്രകൃതി ഭംഗി മുത്തപ്പനെ തടഞ്ഞു നിർത്തി. ഈന്തപ്പനകളുടെ കള്ളും മുത്തപ്പനെ ആകർഷിച്ചു. ചന്ദൻ എന്ന ഒരു കള്ളു ചെത്തി ജീവിക്കുന്ന ഒരാള് തന്റെ ഈന്തപ്പനകളിൽ നിന്ന് കള്ളു മോഷ്ടിക്കപ്പെടുന്നുവെന്ന് അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ കാവൽ നിൽക്കുമ്പോൾ തന്റെ പനയിൽ നിന്ന് കള്ളു മോഷ്ടിക്കുന്ന ഒരു വൃദ്ധനെ അയാൾ പിടികൂടി. ചന്ദന് വളരെ ദേഷ്യം വന്നു. തന്റെ വില്ലും അമ്പും ഉപയോഗിച്ച് ആ മനുഷ്യനെ അമ്പെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ചന്ദന് ഒരു അമ്പ് പോലും വിടാൻ കഴിയാതെ ബോധരഹിതനായി. ചന്ദന്റെ ഭാര്യ അവനെ അന്വേഷിച്ചു വന്നു. മരത്തിന്റെ ചുവട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ചന്ദനെ കണ്ടപ്പോൾ അവൾ ഹൃദയം തകർന്നു കരഞ്ഞു. ഈന്തപ്പനയുടെ മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് അവൾ വിളിച്ചു, മുത്തപ്പ. മുത്തപ്പൻ പ്രാദേശിക മലയാള ഭാഷയിൽ മുത്തപ്പൻ എന്നാൽ മുത്തച്ഛൻ എന്നാണ് അർത്ഥമാക്കുന്നത്. ഭർത്താവിനെ രക്ഷിക്കാൻ അവൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. താമസിയാതെ ചന്ദൻ ബോധം വീണ്ടെടുത്തു. അവൾ മുത്തപ്പന് വേവിച്ച പയർ, തേങ്ങാ കഷ്ണങ്ങൾ, ചുട്ട മീൻ, കള്ള് എന്നിവ സമർപ്പിച്ചു. ഇന്നും ശ്രീമുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് വേവിച്ച പയറും തേങ്ങാ കഷ്ണങ്ങളും നൽകുന്നു. അവൾ മുത്തപ്പനിൽ നിന്ന് അനുഗ്രഹം തേടി. ചന്ദന്റെ അഭ്യർത്ഥനപ്രകാരം മുത്തപ്പൻ കുന്നത്തൂർ തന്റെ വസതിയായി തിരഞ്ഞെടുത്തു. ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പടി. കുന്നത്തൂരിൽ കുറച്ചു വർഷങ്ങൾ ചെലവഴിച്ചതിനുശേഷം തന്റെ അവതാര ലക്ഷ്യം നേടുന്നതിനായി കൂടുതൽ അനുകൂലമായ ഒരു വാസസ്ഥലം തേടാൻ ശ്രീമുത്തപ്പൻ തീരുമാനിച്ചു. കുന്നത്തൂരിൽ നിന്ന് മുകളിലേക്ക് ഒരു അമ്പ് എയ്തു. ആ അമ്പ് പറശ്ശിനിയിലെത്തി. ഇന്ന് പറശ്ശിനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. കാഞ്ഞിരത്തിൽ കുത്തിയ നിലയിൽ കണ്ടെത്തിയ അമ്പ് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ബലിപീഠത്തിൽ വച്ചു. അന്നുമുതൽ ശ്രീമുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുവപ്പൻ മുത്തപ്പൻ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ പുരളിമലയിലെത്തി. അവിടെ അദ്ദേഹം മറ്റൊരു മുത്തപ്പനെ കണ്ടു. തിരുവപ്പൻ അദ്ദേഹത്തെ ചെറുക്കൻ എന്ന് വിളിച്ചു. പിന്നെ കൂടെ കൂട്ടി. ഈ രണ്ടാമത്തെ മുത്തപ്പനെ വെള്ളാട്ടം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ തിരുവപ്പൻ വലിയ മുത്തപ്പൻ എന്നും രണ്ടാമത്തെ മുത്തപ്പൻ ചെറിയ മുത്തപ്പൻ അഥവാ വെള്ളാട്ടം എന്നുമാണ് അറിയപ്പെടുന്നത്. അവിടെ നിന്ന് അവർ യാത്ര ചെയ്തു 308 മടപ്പുരകളും അനവധി പൊടിക്കളങ്ങളും നിർമ്മിച്ചു. അതുവഴി അവരുടെ ആധിപത്യത്തെ ശക്തിപ്പെടുത്തി. മുത്തപ്പന്റെ ആരാധനാലയം മടപ്പുര എന്നാണ് അറിയപ്പെടുന്നത്. വടക്കേ മലബാറിൽ നിരവധി മടപ്പുരകളുണ്ട്. അത്തരം മടപ്പുരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പറശ്ശിനി മടപ്പുര ആണ്. ഇവിടെ എത്തുന്ന മുത്തപ്പൻ ഭക്തർക്ക് ചായ, ആവിയിൽ വേവിച്ച പയർ, ചന്ദന്റെ ഭാര്യ സമർപ്പിച്ചില്ലേ അതുപോലെ ഒരു ചെറിയ തേങ്ങ എന്നിവ വിതരണം ചെയ്യുന്നു. ഇവിടെ വരുന്ന ഭക്തർക്ക് മുത്തപ്പൻ അനുഗ്രഹവും ആശ്വാസവും നൽകുന്നു. ചന്ദന്റെ ഭാര്യ വിളിച്ച പോലെ നിഷ്കളങ്കമായി നമുക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും വിളിക്കാം. മുത്തശ്ശനെ വിളിക്കുമ്പോൾ അത്രയും സ്നേഹത്തോടെ. പൊന്നു മുത്തപ്പ, ഞങ്ങളെ കാത്തോളണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.